അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. കലാവസന്തം പെയ്തിറങ്ങുന്ന മാഹിരിയ ആർട്ട് ഫെസ്റ്റിൻ്റെ വേദിയിൽ ലോകത്തിന് ഇസ്ലാമിൻ്റെ സംഭാവനകൾ എന്ന വിഷയത്തെ ആസ്പദമാക്കി അല്പം കാര്യങ്ങൾ പറയാനാണ് ഞാൻ എഴുന്നേറ്റുന്നത്. ജഗന്നാഥൻ തുണയ്ക്കുമാറാകട്ടെ, ആമീൻ. പ്രിയമുള്ളവരെ, നമുക്കെല്ലാവർക്കും അറിയാം, ലോകത്തിന് ഇസ്ലാമിൻ്റെ സംഭാവനകൾ എന്ന വിഷയം അല്പസമയത്തിനുള്ളിൽ അവതരിപ്പിക്കുക എന്ന് പറയുന്നത് തന്നെ വളരെ പ്രയാസകരമായ കാര്യമാണ്. കാരണം പറഞ്ഞാൽ തീരാത്തത്ര നന്മകളുടെയും നേട്ടങ്ങളുടെയും കണ്ടുപിടുത്തങ്ങളുടെയും ഒക്കെ കഥകൾ പറയാനുണ്ട് ഈ വിഷയത്തിൽ. നമുക്ക് ശാസ്ത്ര സാങ്കേതിക വൈദ്യ സാംസ്കാരിക സത്യങ്ങൾക്കെല്ലാം അപ്പുറത്ത് ഈ മതത്തിൻ്റെ ഏറ്റവും വലിയ സംഭാവന ഏതെന്ന് ചോദിച്ചാൽ ലോകകുലത്തിന് ഈ മതവും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയും പഠിപ്പിച്ചു നൽകിയ സംഭാവനകളും സഹിഷ്ണുതയും മഹത്തായ സംസ്കാരവുമാണെന്ന് ഉറപ്പിച്ചു പറയുവാൻ കഴിയും. അക്രമവും വർഗീയതയും വെറുപ്പുൽപാദനവും കൊടികുത്തി വാഴുന്ന ഈ സമകാലിക ലോകത്തും ഇസ്ലാമിൻ്റെ ദർശനങ്ങൾ ഏറെ പ്രസക്തമാണ്. ജാതി മത വർഗ വർണ്ണ ഭാഷ ദേശാന്തര സീമകൾക്ക് അതീതമായി മനുഷ്യനെ സ്നേഹിക്കണമെന്നും ബഹുമാനിക്കണമെന്നും പഠിപ്പിക്കുന്ന വിശുദ്ധ ദർശനമാണിത്. തൻ്റെ അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറു നിറച്ച് ഭക്ഷിക്കുന്നവൻ നമ്മിൽ പെട്ടവനല്ല എന്ന വിശുദ്ധ വചനത്തേക്കാൾ മറ്റെന്തു സാംസ്കാരിക സംഭാവനയാണ് ലോകത്തിന് കിട്ടിയിട്ടുള്ളത്? ആ മഹത്തായ ജീവിത ദർശനത്തിന്റെ പ്രകാശം കൊണ്ടു തന്നെയാണ് നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ഇന്നും പ്രവാചകർ പഠനവിധേയമാക്കപ്പെടുന്നത്. പ്രിയമുള്ളവരെ, ശാസ്ത്ര സാങ്കേതിക മേഖലകളിലെല്ലാം ഉത്തുംഗ സോപാനങ്ങൾ കീഴടക്കിയ 21ാം നൂറ്റാണ്ടിലാണ് നാം ഉള്ളത്. എന്നാൽ യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയും എല്ലാം മേനി പറയുന്ന സാങ്കേതികതകളുടെ പിന്നാമ്പുറങ്ങൾ തേടി അലയുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് മുസ്ലിം പണ്ഡിതന്മാരുടെ വെളിച്ചക്കീറുകളെയാണ്. 6 മുതൽ 15 വരെയുള്ള നൂറ്റാണ്ടുകൾ യൂറോപ്പിന് ഇരുണ്ട യുഗമായിരുന്നെങ്കിൽ ആ കാലഘട്ടത്ത് മുസ്ലിം പണ്ഡിതന്മാർക്ക് കണ്ടെത്തലുകളുടെയും കണ്ടുപിടുത്തങ്ങളുടെയും നവോത്ഥാന കാലഘട്ടമായിരുന്നു. യൂറോപ്യൻ അറ്റ്ലാന്റിക് തീരങ്ങളിൽ സായിപ്പുമാർ കക്കയും ഞണ്ടും പെറുക്കി നടന്ന കാലത്ത് വിഖ്യാതരായ മുസ്ലിം പണ്ഡിതന്മാർ ശാസ്ത്രശാലകളിൽ ഗോളശാസ്ത്രത്തെക്കുറിച്ചുള്ള ആഴപഠനങ്ങൾക്കിടയിലായിരുന്നു. അറിയുമോ നിങ്ങൾക്ക് മൂസൽ ഖവാറിസ്മി എന്ന മഹാപണ്ഡിതനെ? ഗണിത ജ്യോതിശാസ്ത്രങ്ങളുടെ ആഴക്കടലിൽ കണ്ട ഖവാറിസ്മിയാണ് സംഖ്യകളും പൂജ്യവും ലോകത്തിന് പരിചയപ്പെടുത്തിയത്. ഇന്ന് നാം സാധാരണമായി ഉപയോഗിക്കുന്ന അക്കങ്ങൾ ഇൻഡോ ന്യൂമറൽ എന്നറിയപ്പെടാൻ കാരണം ഖവാറിസ്മിയും അൽഖിന്ദിയുമാണ്. ആധുനിക ലോകത്തെ അടക്കി ഭരിക്കുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജന്റ് മുതൽ നമ്മുടെ കൈകളിലിരിക്കുന്ന സ്മാർട്ട് ഫോണുകളുടെ പ്രവർത്തനങ്ങൾ പോലും നിയന്ത്രിക്കുന്ന അൽജിബ്ര എന്ന അൽഗോരിതത്തെ പരിചയപ്പെടുത്തിയതും ഇതേ ഖവാറിസ്മി തന്നെയാണ്. വൈദ്യശാസ്ത്രത്തിന്റെ പിന്നാമ്പുറങ്ങൾ തേടി അലയുമ്പോൾ അവിടെ നമ്മൾ അവിസന്ന എന്ന ഇബ്നു സീനയെ കാണുന്നു, അബൂബക്കർ റാസിയെ കാണുന്നു. ഇവർക്ക് പുറമെ ഇബ്നു നഫീസ് അടക്കം മെഡിക്കൽ സയൻസിൽ ചരിത്രം എഴുതിയ ഇതിഹാസ മുസ്ലിം പണ്ഡിതന്മാരെയാണ് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നത്. ക്യാമറ ഉപയോഗിക്കുന്നവരാണ് നമ്മൾ. ഫോട്ടോ എടുക്കുന്ന സാങ്കേതികതയെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലുമുണ്ടോ? പ്രകാശത്തിന്റെ പ്രതിപതനത്തെക്കുറിച്ചും പ്രകാശവർഷങ്ങളെക്കുറിച്ചും ലോകത്തിന് പരിചയപ്പെടുത്തിയ ഇബ്നു ഹൈസമാണ് ഈ സാങ്കേതികതയുടെ പിതാവെന്ന് എത്ര പേർക്കറിയാം? പ്രിയമുള്ളവരെ, ലോകത്തിന് ഇസ്ലാമിന്റെ സംഭാവനകൾ അനർവചനീയമാണ്. ഇന്ന് ഈ മതത്തെ പരിഹസിക്കുന്നവർക്കും ശാസ്ത്രബോധമില്ലെന്ന് പറയുന്നവർക്കും ഇന്നലകളുടെ ചരിത്രമറിയില്ല എന്ന മഹാസത്യമാണ് ഇവിടെ വ്യക്തമാകുന്നത്. ഗവാദി ഹംനെ ജോ അസ്ലാഫ് സെ മീറാസ് പായി ദി, സുറിയാസ് സെ ജമീൻ പർ ആസ്മാനെ ഹംകോ ദേ മാറാ. നാം ഉജ്ജ്വലമായ പൂർവികരുടെ പൈതൃകമുള്ളവരായിരുന്നു. ആ പൈതൃകത്തെ കളഞ്ഞു കുളിച്ചപ്പോൾ സുറിയ നക്ഷത്രത്തിന്റെ ആകാശത്തു നിന്നും നാം താഴെ വീണുപോയി എന്ന വാക്യം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.